ഈ 2 ദിവസത്തിനകം നടക്കുന്നത്. നമ്മളെ ആര്യ നമ്മളെ മറന്നുപോയി. ആര്യ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ചേച്ചിയാണ്ട് KSRTC ഡ്രൈവർ KSRTC ബസ്സിനകത്തിരുന്നതും പിന്നെ ഈ ആര്യ എന്ന് പറഞ്ഞ ചേച്ചി കാറിനകത്തിരുന്നപ്പോഴും ബസ്സിനകത്തിരുന്നോണ്ട് കാറത്തിന്റെ ഈ ചേച്ചി പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ട്. എന്തോ നമുക്കറിയത്തില്ല. 2 ദിവസമൊക്കെ മടിയായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് ഈ വീഡിയോ കഴിയാൻ ഒരു പ്രചോദനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 തെറിയൊക്കെ വിളിച്ചാലേ എനിക്കൊരു ഈ തെറി വിളിക്കുന്നവന്മാർ തിരിച്ച് തെറി വിളിക്കാനൊക്കെ കേട്ടിട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ രസം പറ്റും. നിങ്ങൾക്ക് തോന്നുന്നൊക്കെ പറഞ്ഞു ഒരു രസമല്ലേ, ഇതൊക്കെ ഒരു ഓളത്തിനൊക്കെ പോകണം എങ്കിലും ഒരു വൈബ് കിട്ടത്തുള്ളൂ ഗൈസ്. അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം. പുതിയ ബ്രാൻഡ് വെഡ്സൊക്കെ മേടിച്ചിട്ടുണ്ട് അവസ്ഥ. അപ്പൊ നമുക്ക് നേരെ എന്തായാലും നമുക്ക് തുടങ്ങാം ഗൈസ്. ഓപ്പൺ ആവുക. അപ്പൊ നമ്മളിന്ന് നോക്കാൻ പോകുന്ന പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈഷ്ണവ് ടോൾസിൽ ആ ചേട്ടൻ നല്ല ഒന്നാമത്തെ ടോൾ ഉണ്ടാക്കുന്ന ഒരു ചേട്ടൻ കേട്ടോ. നമുക്ക് പറയാതിരിക്കും. നമ്മൾ ആടെ കാണാൻ എടുത്താലും പറയണമെന്നുണ്ടെങ്കിൽ തെണ്ടിത്തരമായി പോകും. പുള്ളിക്കാരൻ കഷ്ടപ്പെട്ടുണ്ടാക്കി വീഡിയോ ആണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഇന്നുവരെ ആരും കാണിച്ചിട്ടില്ലാത്തൊരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. കാണിക്കുന്നത് തറവേലയാണ്, കൂടെ നിക്കണം. തറവേലയായതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും കൂടെ നിക്കണം കേട്ടോ. നീ വേഗം കാണിക്കേ. ഇതിനു മുമ്പുള്ള ഒരു കേസിലും KSRTC ഡ്രൈവർമാരുടെ ഭാഗമേ നമ്മൾ കേട്ടിട്ടില്ല. ഇത് 2 ജനപ്രതിനിധികൾക്കെതിരെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ആ ജനപ്രതിനിധികൾക്കെതിരെ തന്നെ ഇത് കൊണ്ടുവരണമെന്നുള്ള ബോധപൂർവമായ ശ്രമം എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ള ആശങ്ക നമുക്കുണ്ട്. ഇവരെന്തു ഈ പറയുന്നത്? ഇവര് പറഞ്ഞ എനിക്ക് മനസ്സിലാവുന്നില്ല. KSRTC കുറെ ഡ്രൈവർമാർ ചെയ്യുന്നുണ്ട്. ഇന്നലെ എന്നെ എന്റെ പരിചയം കൂടെ ഇടിച്ചു തെറിപ്പിച്ചാണ്. എന്നെ കാരണവന്മാരുടെ പ്രാർത്ഥന കൊണ്ട് കിഴക്കപ്പുറത്തെ 2 കുഴി വെട്ടേണ്ടി വന്നില്ല. ഈ ഓമൻ എന്തോ വരവാ വരുന്നത്. ഹൈവേടൊക്കെ ഇപ്പുറത്തെ വരിക്കൂടെ കയറി ഇനി വരുവാ. ഈ ചേട്ടന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞാട്ടെ. ഈ ചേട്ടൻ ആരാന്ന് പറഞ്ഞ് നിൽക്കരുത്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. കറക്റ്റ് വേട്. പച്ചവെള്ളം ചവച്ചല്ല, ഫിൽട്ടറിനകത്തിട്ട് അരച്ച് പിന്നെ മിക്സിക്കകത്തിട്ട് കൊണ്ട് 2 അടി അടിച്ച് പിന്നെ നമ്മുടെ കല്ലോല വെച്ച് ഒരച്ച് കുടിക്കുന്ന ജാതിയാണ് ഗൈസ് ഈ പൊളിറ്റീഷ്യനുള്ള പകുതി മുക്കാലാക്കരുമെന്നാണ് എന്റെ അഭിപ്രായം. അദ്ദേഹം കാണിച്ചിട്ടുള്ള ലൈംഗികപരമായിട്ടുള്ള ഈ വിഷയം ചോദ്യം ചെയ്യപ്പെടണം എന്നുള്ള കാര്യം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ലൈംഗികപരമായ കാര്യം KSRTC ഡ്രൈവർ അല്ല. ഇനി അപ്പുറത്തെ വീട്ടിലെ രായപ്പം കാണിച്ചെന്ന് ചോദിക്കാം. അതൊക്കെ അതെ, ശങ്കരൻ കാണിച്ചാലും രായപ്പം കാണിച്ചാലും ചോദ്യം ചെയ്യുക തന്നെ. കണ്ടോ കഷ്ടം പാവം പിടിച്ചത് അറിഞ്ഞത് പോലില്ല. KSRTC വണ്ടി കറങ്ങിക്കൊണ്ടിരുന്നപ്പോ എന്നെ പീഡിപ്പിച്ചു. എന്റെ ദൈവമേ, പുള്ളി ഇതെന്തുവാണ് കാറ്റിനകത്തോടെ ചെയ്യാൻ പറ്റുന്നത്? ഏറി കൂടെ പീഡിപ്പിക്കാൻ പറ്റുമോ ഗൈസ്? എനിക്കറിയത്തില്ല. പുതിയ ടെക്നോളജി അല്ലേ വന്നത്, പറയാനൊക്കില്ലേ? ആ പരാതിയിൽ തന്നെ വ്യക്തമായി ഞാൻ പറയുന്നുണ്ട്, എന്നെ കാറിലിരുന്ന എന്നെയും എന്റെ സഹോദരന്റെ ഭാര്യയെയും അദ്ദേഹം അസഭ്യം കാണിച്ചതുകൊണ്ടാണ്. നിങ്ങളത് ആലോചിക്കുക. KSRTC ഓടിക്കുന്ന ഒരു ഡ്രൈവർ, അവൻ കാറിനകത്തിരിക്കുന്ന ഇവരെ എങ്ങനെ അസഭ്യം കാണിക്കാൻ തുണിയില്ല. എന്തായാലും ബസ്സിനകത്ത് കയറാൻ പറ്റത്തില്ല. പിന്നെ ഈ പീഡനം എന്ന് പറയുന്നത് ഏറി കൂടെ ചെയ്യാൻ പറ്റുമോ? എനിക്കറിയത്തില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ പറയുന്നത്. ഈസി ആയല്ലോ, അപ്പൊ എല്ലാം ഈസി ആയല്ലോ. സത്യമായിട്ടോ ഇവിടെ ഇപ്പൊ ഒരു പെണ്ണ് വന്നൊരുത്തരെ നോക്കിയാലും ആ പെണ്ണുകൊണ്ട് കേസ് കൊടുക്കും. ആ ഒരു പെണ്ണ് നമ്മുടെ ചെള്ളത്തിന് കടകൊലിക്ക് അടി കഴിച്ചു, അവളോട് യൂസ് ചെയ്യും, അവിടെ കടകൊലി കഴിച്ചെന്ന് പറയുന്നത് പോലീസുകാർ നമ്മുടെ കേരളത്തിലെ നിയമം ഇഷ്ടാണേ. ഇവിടെ ഇങ്ങനെ സംഭവിച്ചില്ലേ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റില്ല. നടക്കട്ടെ കേരളം കുടിയണം. ഇങ്ങനെ പോയ ഉറപ്പായിട്ടും കുടിയും. ബാക്കി കൂടെ കാണാം. ഡ്രൈവറിനെതിരെ ഡ്രൈവർ ഞങ്ങളോട് ഷൗട്ട് ചെയ്യുകയും അദ്ദേഹം ഈ ലഹരി പദാർത്ഥം ഉപയോഗിച്ചതിന് ശേഷം പുറത്തു കളയുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. ചുമ്മാ തള്ളുവന്നു വൈഷ്ണവിയായിട്ട് കട്ടിട്ട് കറക്റ്റ് ക്ലിപ്പ് കിട്ടിയ എവിടുന്നാണെന്നുണ്ട് ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇത് എങ്ങനത്തെയൊക്കെ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ഇവര് കാറിനകത്തിരുന്ന് എങ്ങനെ കണ്ടെത്താൻ എനിക്കറിയാത്ത. നിങ്ങളത് ആലോചിച്ച് കാറിനകത്തിരിക്കുന്നത് നിങ്ങൾ എങ്ങനെ അറിയാം KSRTC ഓടിക്കുന്ന ലഹരി വസ്തു ഉപയോഗിക്കും? എന്താ ഇത് മണപ്പിച്ച് നോക്കിയ അണ്ണാ വായെന്ന് പറഞ്ഞ ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി ഋതുവിനെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കി. എന്നിട്ട് അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? മദ്യപിച്ചെന്നോ? ഇല്ല ലഹരി പദാർത്ഥം ഒന്നും യൂസ് ചെയ്തിട്ടില്ലെന്നാണ്. കണ്ടോ അങ്ങനെ നിങ്ങള് പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞാൽ
കുറെ ഏമാമാരും കുറെ രാഷ്ട്രീയക്കാരും അവള് പറഞ്ഞതാണ് റൈറ്റ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ വന്നല്ലോ ഒത്തില്ലല്ലേ, അത് സാരമില്ല, അത് കിട്ടും. മേയർ കണ്ട ചുമ്മാതെ അങ്ങ് തള്ളി അങ്ങ് മറിക്കല്ല. ലഹരി അവൻ കഞ്ചാവാ, അവൻ സീനാ, അവൻ കഞ്ചാവാ. നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്തൊന്നും പറയില്ല, അവൻ കഞ്ചാവാ. ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ലഹരി പദാർത്ഥം ഉപയോഗിച്ച് ഒരു കവർ വലിച്ചെറിഞ്ഞു എന്ന് മേയർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇവര് മേയറായിരുന്നു. ഞാൻ വലിയ റോഡിൽ കൂടെ പോയ അക്കയാണ്. മേയറാകുമ്പോ പവർ കൂടും കേട്ടോ, മേയറാകുമ്പോ വീര്യം കൂടും. നിങ്ങൾ ആരും മേയറിനൊന്നും പറഞ്ഞേക്കരുത്, നാളെ വേണമെങ്കിൽ പറയും ഫോണിനകത്തൂടെ നമ്മൾ പീഡിപ്പിച്ചു. അങ്ങനെ പറഞ്ഞു എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല, ജയിലിൽ പോയി കിടക്കണം. പറഞ്ഞില്ലെന്ന് പിന്നെ പറയരുത്. നിങ്ങൾക്കിപ്പം കുറച്ച് വിടല് കൂടിയണല്ലേ? അത് കറക്റ്റ് തക്കായിരുന്നു കേട്ടോ. വിടല് വിക്കതുകളെ വിടല ഓട്ടെ എറിക്കേണ്ടതല്ലായിരുന്നു. കവറ് ചേട്ടാ ബിസ്ക്കറ്റിന്റെ കവറാവാം, വണ്ടിയുടെ ഫ്രണ്ടില് കവറുകൾ കാറ്റടിച്ച് ആളുകൾ കഴിച്ചിട്ട് കാറ്റടിച്ച് വന്നപ്പോ ഈ ഡോർ എവരെന്തായാലും വലിച്ചു തുറന്നില്ലേ, അപ്പൊ എന്റെ കാലിന്റെ അവിടെ കവറാ കുപ്പി എന്തോ കിടന്നത് ഞാൻ എടുത്ത് കളഞ്ഞതാണ്. പാവം പിടിച്ചവനെ ലഹരി വസ്തു ബിസ്ക്കറ്റിനകത്ത് MDMA ആയിരിക്കും, എന്താ ചിലപ്പോ പറയാനൊക്കത്തില്ല. അക്കച്ചി അത് ഗ്ലൂക്കോസ് കൂടി വല്ലതും ആയിരിക്കും. അതുപോലെ കൊച്ചുപിള്ളേര് പാർലജിയുടെ കവറായിരിക്കാം. എന്റെ മേയർ ഇങ്ങനെ കാണിക്കരുത്. ഒന്നുമില്ലൊരു മേയർ, നിങ്ങളൊരു മേയറല്ലേ മേയറെ? എന്താ ഉറക്കം വരുന്നു. അല്ലാതെ ഹാൻഡ്സ് ഉപയോഗിച്ചിട്ട് എവരെ മുമ്പിൽ കൂടെ എടുത്ത് കളയാൻ എനിക്ക് എന്താ തലയ്ക്ക് സുഖമില്ല. കറക്റ്റ് ചോദ്യം. അതും ഇവരെ പോലുള്ളവരൊക്കെ എന്റെ പൊന്നളിയാ, നീ ഇടൊന്നും ചെയ്തേക്കല്ലേ. നീ ഇപ്പൊ ഒന്നും കളഞ്ഞില്ല, നീ ഇപ്പം ബിസ്ക്കറ്റിന്റെ കവറങ്ങാണ് എടുത്ത് കളഞ്ഞത്. ഈ ഹൻസ് പറയും കൊക്കൈൻ്റെ ആളായിരുന്നു, കൊക്കൈൻ മാഫിയയുടെ തലയാന്ന് പറയും. പക്ഷെ ഇതൊക്കെ കടന്നു അതിന്റെ ഇതുപോലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. എനിക്ക് അറിയത്തില്ല എന്താണ് സ്വാഭാവികം. അല്ല, ബസ്സിന് കുറുകെ അല്ല കാർ കിടക്കുന്നത്, അത് സിഗ്നലാണ്. സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത്. തള്ളി തള്ളി വീട് വരെ എത്തിക്കണേ. തള്ളി അങ്ങ് മറിച്ചോളുക, നിങ്ങളാ ഓന്നോക്കി നിങ്ങൾ തള്ളുക. അക്ക എന്റെ മേയർ ഇങ്ങനെ തള്ളാൻ തുടങ്ങി കഴിഞ്ഞാണ്ടല്ലോ മന്ത്രിമന്ദിരം വരെ നീ പോവേ. പിന്നെ പറഞ്ഞില്ലെന്ന് പറയുന്നത് പാവം പിണറായി വിജയൻ സാറൊക്കെയാണ് തിരുന്നോട്ടെ. ഇനി അവനെ ഈശ്വര പിണറായി വിജയൻ സാറിന് മാത്രം ഒന്നും വരുത്തരുതേ ഈ മേയറിനെയൊക്കെ കൊണ്ട്. പുള്ളിക്കന്നെ സമ്മതിക്കണം, ഇങ്ങനത്തെ മേയർമാരെയൊക്കെ ഇങ്ങനെയൊക്കെ സഹിക്കണമെങ്കിലേ ഭാരസിദ്ധി എന്നെ. അവിടെ റെഡ് സിഗ്നൽ ആയിരുന്നു. നിങ്ങൾക്ക് CCTV പരിശോധിക്കാമല്ലോ, അവിടെയൊക്കെ CCTV ഉണ്ട്. എന്താണിത്? CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് മേയറുടെ വാദം പൊളിഞ്ഞത്. മേയറെ കൂട്ടിക്കെട്ടി വേറെ നാണമുണ്ടോ മേയറെ. മേയർ കാണിച്ചത് വളരെ മോശം നാണങ്ങളുടെ വേണേ പോയി. ലൈറ്റ് എന്ത് ലൈറ്റ് ഈ ലൈറ്റിന്റെ ഉത്തരവാദിത്തമല്ല കൈ, ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മിന്നി കളിക്കുക. മേയറെ ഊട്ടിക്കെട്ടി വേറെ എന്തിനാ കള്ളം പറയുന്നേ. മേയർ ഞാൻ സത്യമൊക്കെ പറഞ്ഞിട്ടൊക്കെ കയറുന്ന ആളായ മേയറിനാ ഞാൻ. എനിക്ക് അറിയാത്ത ചേട്ടാ തന്നെ മേയർ ലോക കള്ളം പറയുന്നത് ലോക പരാജയമായി. സാഫല്യം കോംപ്ലക്സിന് മുന്നിലെ സിഗ്നലിൽ കാർ ബസ്സിന് കുറുകെ ഇട്ടിരിക്കുന്നു, അതും സീബ്ര ലൈൻ. ഇങ്ങനെ ആ പാവം പിടിച്ച ഡ്രൈവർ അണ്ണൻ പരാതി കൊടുക്കണം, മേയറിനെ ഡിസ്മിസ് ചെയ്യണം. അതിൽ കുറച്ചൊന്നും ചെയ്യുക. സത്യം പറയണം, മേയറിനെയൊക്കെ ഡിസ്മിസ് ചെയ്യണം, നിൽക്കണം, വേറെ മേയറിനെയൊക്കെ കയറണം. നല്ല ക്വാളിഫൈഡ് ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വിവരക്കേട് കളിക്കുന്ന ആൾക്കാരായിട്ട് പറയോ KSRTC ഡ്രൈവർ കുറ്റക്കാരനാണ്. KSRTC കുറെ എണ്ണം ഉണ്ട് കാര്യം പറഞ്ഞു. എന്തുവാ അവിടെ കേട്ടെ? അയ്യോ മേയറിന്റെ ആളുമല്ലോ ആണോ? വേണ്ട അതുകൂടെ ഇറങ്ങിയതാ. എന്നൊക്കെ എന്തായാലും നോക്കാം. എന്തോ സൗണ്ടൊക്കെ കേട്ടെ. മേയറിങ്ങി അനുഭവം അങ്ങനെ വിക്ഷേപിച്ചാന്ന് എനിക്ക് അറിയത്തില്ല. നന്നായിട്ടുണ്ട്. എന്നാ ഞാൻ ഇനി ഒരു സത്യം പറയട്ടെ, ഇത് ഞാനല്ല.
മോർഫിംഗ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, മൊത്തം ഗ്രാഫിക്സ്. ഞാൻ പോലീസിനോടും പറഞ്ഞു, സ്മാർട്ട് സിറ്റിയോടും പറഞ്ഞു, മുഴുവൻ CCTV-കളും അതിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിനകത്തൊന്നും ഒരു സംശയമില്ല. ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഭാഗമായി കണ്ടുപിടിച്ചോളൂ. ആരും കണ്ടില്ല, CCTV ദൃശ്യങ്ങൾ ആരും കണ്ടില്ല. നിങ്ങൾ കാണിച്ചതാണ് ശരി. ഇനി നാളെ പറയും KSRTC മണ്ടയ്ക്ക് വണ്ടി കയറ്റിച്ചിട്ട് പറയും KSRTC എന്റെ വണ്ടി പൊക്കിയെടുത്ത് മണ്ടയ്ക്ക് വെച്ചതാണെന്ന് ഞാൻ നിങ്ങൾ നാളെ പറയും. ഓക്കേ, സംഭവം പൊളിഞ്ഞായിരുന്നു, നീ വെച്ചേരെ. എന്തോന്ന് പൊളിഞ്ഞു? നീ വെച്ചേ. പൊളിഞ്ഞു. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തായാലും നല്ല അസല് വലിപ്പിക്കുന്ന പരിപാടിയായപ്പോ എന്ന് പറയാം. കഷ്ടം. ഒരു വാം പിടിച്ചൊരുത്തനെ അവൻ ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ്, എന്നാലും എനിക്ക് മനസ്സിലാവാത്ത ഈ കാറിനകത്തിരിക്കുന്നവരെ ബസ്സിനകത്തിരിക്കുന്നവരെ എങ്ങനെ പീഡിപ്പിക്കുന്നു. പക്ഷെ ഇതെങ്ങനെ എത്ര നാൾ വെച്ചിട്ട് മനസ്സിലാവുന്നില്ല. അപ്പൊ ഗായ്സ്, എങ്ങനെയാലും ഏറിക്കൂടെ എന്തെങ്കിലുമൊക്കെ സംഭവം നടന്നിട്ടുണ്ട്. എന്തായാലും അക്ക തേജ് പറ്റിയിട്ടുണ്ട്, വേറൊക്കെ ഒക്കെ സംഭവം ശരി. എനിക്കും ദിലീപിനെ എനിക്ക് മേയറാക്കണം, മറ്റേ ഇതിന്റെ സിനിമയ്ക്കകത്ത് പോലെ എങ്കിലേ രക്ഷപ്പെടത്തുള്ളൂ. ഇതുപോലെ കുറെ മേയറൊക്കെ ആർക്കറിയാം. ഗായ്സ്, അപ്പൊ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണമെന്നുണ്ടെ സന്തോഷമായിരിക്കും. ഇനിയുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ കമന്റ് ചെയ്താൽ ഡീൽ ചെയ്യാം, അത് ചെയ്യുന്നില്ല. അപ്പൊ ഓക്കെ ഗായ്സ്, ബൈ.